ഓണപരീക്ഷയെ പറ്റി നിങ്ങൾ അറിയാൻ പാടില്ലാത്ത എങ്കിലും അറിഞ്ഞാൽ വലിയൊരു അഡ്വാൻറ്റേജ് തരാൻ പോകുന്ന കുറച്ച് സീക്രറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ വെളിപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ മക്കളെ, ഒരു കാര്യം വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഓണപരീക്ഷയെ പറ്റി എന്തെങ്കിലും ടെൻഷനോ പേടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കാൻ റെഡി ആയിക്കോളൂ. കാരണം എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ, ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ പോവുകയാണ്. അതിന് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വൈകുന്നേരം കൃത്യം ലൈവുകളിൽ വന്നിരിക്കുക, പഠിക്കുക. അതാണ് ഏറ്റവും ബേസിക് കാര്യം. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് ഓണപരീക്ഷയെ പറ്റി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് കാര്യം, ഓണപരീക്ഷ എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷയായിരിക്കും. സാർ, ഇതിലിപ്പോൾ എന്താണ് സർപ്രൈസ് ഉള്ളത്? മക്കളെ, പലർക്കും പറ്റുന്നൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പരീക്ഷയുടെ സമയത്തും നിങ്ങൾ സാധാരണ പഠിക്കുന്ന രീതിയിൽ തന്നെ പഠിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഫിസിക്സോ കെമിസ്ട്രിയോ നിങ്ങൾ ഓണപരീക്ഷയുടെ സമയത്ത് പഠിക്കുമ്പോൾ പലരും ചെയ്യുക സാധാരണ പഠിക്കുന്ന പോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് എടുക്കും, കുറേ വായിക്കും, നോട്ട്ബുക്ക് എടുക്കും, പിന്നെയും വായിക്കും, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ പരീക്ഷയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പരീക്ഷാ ഹാളിൽ പോയിരിക്കുമ്പോണ്ടാവും പരീക്ഷയിൽ മൊത്തം ചോദ്യങ്ങൾ. കാരണം അതൊരു പരീക്ഷയാണല്ലോ. നിങ്ങൾ മറ്റേ ഓരോ ടോപ്പിക്ക് പഠിച്ചോ എന്നല്ല ടീച്ചർ ചോദിക്കാൻ പോകുന്നത്. പരീക്ഷാ ചോദ്യ പേപ്പർ ഓരോ ചോദ്യങ്ങളുണ്ടാവും. ആ ചോദ്യങ്ങൾ വായിച്ച് അത് മനസ്സിലാക്കി അതിന് ഉത്തരം കൊടുത്താൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. പലർക്കും നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും മാത്രം വെറുതെ വായിച്ച് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, സാർ ഞാനെല്ലാം പഠിച്ചു പക്ഷേ ചോദ്യം ഒന്നും ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചെയ്തിട്ട് പ്രാക്ടീസ് ഇല്ല, നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പ്രാക്ടീസ് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ തിയറിക്ക് എത്ര വെയിറ്റേജ് കൊടുക്കണം, ക്വസ്റ്റ്യൻസ് എത്ര വെയിറ്റേജ് കൊടുക്കണം. അതിന് വളരെ സിമ്പിൾ ആൻസറാണ്. തിയറിക്ക് വളരെ കുറച്ച് വെയിറ്റേജ് ആണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ കൊടുക്കേണ്ടത്. ചോദ്യങ്ങളുടെ പ്രാക്ടീസിനാണ് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സയൻസ് സബ്ജക്ട്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ കൂടുതൽ വെയിറ്റേജ് കൊടുത്തില്ലെങ്കിൽ, നിങ്ങൾ തിയറി മാത്രം, ടെക്സ്റ്റ് ബുക്ക് മാത്രം അല്ലെങ്കിൽ നോട്ട്ബുക്ക് മാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് വലിയ ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ മാക്സിമം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് രണ്ട് ബെസ്റ്റ് സൊല്യൂഷൻ ഉള്ളത്, ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃത്യമായിട്ട് വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് മാരത്തോൺ ലൈവ് ഉണ്ടാവും. ആ മാരത്തോൺ ലൈവുകളിൽ നമ്മൾ അനാവശ്യമായിട്ട് തിയറി പറയില്ല. തിയറി മൊത്തം പഠിക്കേണ്ട അങ്ങനെയൊന്നല്ല പറയുന്നത്. ആവശ്യമുള്ള തിയറിയും കൂടുതൽ സമയം നമ്മൾ ചോദ്യങ്ങളിലായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ക്ലാസ് വന്നിരിക്കുക എന്നാണ് ഏറ്റവും പ്രൈമറി കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ നോട്ട്ബുക്കൊന്നും നിങ്ങൾക്ക് ഏതെങ്കിലും ഗൈഡൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെങ്കിലും ഒക്കെ നിങ്ങൾ അതിലെ ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, ബുക്സ് ആണെങ്കിൽ ബുക്സിലെ ക്വസ്റ്റ്യൻസിൽ ഫോക്കസ് ചെയ്യുക. ബാച്ചിലെ ക്വസ്റ്റ്യൻസിലും അതിൽ തന്നിരിക്കുന്ന നോട്ട്സും റിവൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യേണ്ടത്. ഇത് കൂടാതെ നിങ്ങൾക്ക് മുൻ പരീക്ഷാ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിനുള്ള സമയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ അത് വലിയൊരു കാര്യമായിരിക്കും. കാരണം മിക്ക ചോദ്യങ്ങളും നിങ്ങൾ ഓണപരീക്ഷയിൽ കാണാൻ പോകുന്നത് ഒന്നെങ്കിൽ പബ്ലിക് പരീക്ഷയിലോ അല്ലെങ്കിൽ മുൻ ഓണപരീക്ഷകളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളോ അതിനോട് സാമ്യമുള്ള ചോദ്യങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്താൽ അത്രത്തോളം ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. മാത്രമല്ല, എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ചോദ്യങ്ങൾ കണ്ട് അതിനെപ്പറ്റി അത് മനസ്സിലാക്കാനും അതിൻ്റെ ആൻസർ എഴുതി ഫലിപ്പിക്കാനുള്ള ആ ഒരു സ്കില്ലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതും വലിയ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, സോ കൂടുതൽ സമയം ഇനിയുള്ള ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. എത്രത്തോളം സമയം നിങ്ങൾ ക്വസ്റ്റ്യൻസിൽ നിന്ന് അകന്ന് നിൽക്കുന്നു അത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും പരീക്ഷയിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ വളരെ കോമൺ സെൻസിക്കലായിട്ട് നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമാണ്, എങ്കിലും പലർക്കും ഇത് അറിയാത്തത് കൊണ്ടാണ് ഇതെനിക്ക് പറയേണ്ടി വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാര്യം, പലരും എന്ത് ചെയ്യാൻ നോക്കുന്നത് വെച്ചാൽ, സാർ ഞാൻ 3 ചാപ്റ്റർ പഠിക്കാനുണ്ട്, ഞാൻ പക്ഷേ 2 ചാപ്റ്റർ അല്ല 1 ചാപ്റ്റർ ഞാൻ പഠിച്ചിട്ടുള്ളൂ പ്രോപ്പറായിട്ട്. അപ്പോൾ ഞാൻ എങ്ങനെയും സിലബസ് അങ്ങോട്ട് തീർത്തേക്കാം. ഓക്കെ, പ്രോപ്പറായിട്ടൊന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, അങ്ങോട്ട് തീർക്കാം. കാരണം തീർക്കാണ്ട് എങ്ങനെ പരീക്ഷയ്ക്ക് പോകാം, പരീക്ഷയ്ക്ക് 3 ചാപ്റ്ററില്ലേ. ഇങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതായത് നിങ്ങളിങ്ങനെ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ഒരു പകുതി രീതിയിൽ അതല്ല ചെയ്യാൻ പറ്റുള്ളൂ, അതിന് സമയമല്ലേ ഇതിനുള്ളൂ. അങ്ങനെ ഒരു ഹാഫ് ഹാർട്ടഡായിട്ട് നിങ്ങൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് കഷ്ടപ്പെട്ട് പോയി പരീക്ഷ എഴുതിയുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ഒരു ചാപ്റ്റർ പകുതി നോളേജോടെ പോയി പരീക്ഷാ പേപ്പറിൽ ഉത്തരം കൊടുക്കാൻ വേണ്ടി വിചാരിച്ചാൽ അതൊന്നും നടക്കില്ല. ഭാഗ്യം കൊണ്ട് ചിലപ്പോൾ 1-2 ഉത്തരം കിട്ടിയെന്ന് തരാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ആ ചാപ്റ്ററിൽ നിന്ന് ചോദ്യങ്ങൾ ഉത്തരം കൊടുക്കാൻ പറ്റില്ല. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രശ്നം അതിലും വലിയ പ്രശ്നമാണ്. കാരണം നിങ്ങളിപ്പോൾ ആ 2, 3 ചാപ്റ്ററൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുക. പക്ഷേ പിന്നീട് ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമൊക്കെ വരുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം എങ്ങനെയൊക്കെയോ പകുതി ആണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ വീണ്ടും ആ സമയമാകുമ്പോൾ വീണ്ടും അതൊക്കെ മറന്നു പോകും, അല്ലെങ്കിൽ ആ പകുതി ഏതാണ് പകുതി ഏതാ പഠിച്ചതെന്നുള്ള ഒരു ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ വീണ്ടും ആ ചാപ്റ്റർ ഫുള്ളായിട്ട് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ നിങ്ങൾ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം. അതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ സിലബസ് ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളെക്കൊണ്ട് റിയലിസ്റ്റിക്കലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ആ തീർക്കുന്ന കാര്യം മര്യാദയ്ക്ക് തീർക്കണം. അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെയാണ് പഠിക്കുന്നത് മനസ്സിലാക്കുക.
അതിലെ ചോദ്യങ്ങളെ പരമാവധി പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ആ പഠിക്കുന്ന കാര്യത്തിന് എന്ത് ചോദ്യം വന്നാലും ഉത്തരം കൊടുക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ വേണം പരീക്ഷയിൽ പോകാൻ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കാത്ത ഭാഗത്ത് നിന്ന് ചിലപ്പോൾ മാർക്ക് കുറയും, പക്ഷെ അത് കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ ഓൾറെഡി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, അതിന് മാക്സിമം മാർക്ക് ഉണ്ടാക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, സിലബസ് തീർക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ നിങ്ങൾ പോയി ട്രാപ്പിൽ പെടരുത്. പഠിച്ച കാര്യം മര്യാദയ്ക്ക് പഠിക്കുക. പിന്നെ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മുടെ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ പറഞ്ഞുതരും, ഈ അവസാനത്തെ ചാപ്റ്ററിന് ഇന്ന ചോദ്യങ്ങൾ പഠിച്ചു വെച്ചോ, അത് ചിലപ്പം പരീക്ഷയിൽ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്, അത് വന്നാൽ ഇങ്ങനെ എഴുതാനൊക്കെ പറയും. അപ്പോൾ ഒബ്വിയസ്ലി അതൊക്കെ ചെയ്യാം. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടെന്നല്ല ഉദ്ദേശം, ഞാൻ പഠിക്കുന്ന ചാപ്റ്റർ ഞാൻ തൊട്ട് വെക്കില്ല എന്നല്ല ഉദ്ദേശിച്ചത്. അതിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ലൈവ് ക്ലാസ്സിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് മാത്രം പഠിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് അതിന് വേണ്ടി സിലബസ് തീർക്കുന്നതിൻ്റെ ആ നെട്ടോട്ടത്തിൽ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല എന്നാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ള കാര്യമാണ് ഏറ്റവും ബേസിക് കാര്യം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം. മൂന്നാമത്തെ കാര്യം, എത്ര സമയം പഠിക്കണം എന്നാണ്. ഓക്കെ, അതായത് സാർ ഈ പരീക്ഷാ ദിവസങ്ങളിൽ ഞാൻ എത്ര സമയം പഠിച്ചാലാണ് എനിക്ക് മാക്സിമം മാർക്ക് ഉണ്ടാക്കാൻ പറ്റുക, പലരുടെയും ചോദ്യമാണ്. മക്കളെ, ഒരു ഇന്ന ടൈം എന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അത് പലർക്കും ഇത് കേൾക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, സാർ അങ്ങനെ പറഞ്ഞാൽ ശരിയല്ല, ഒരു മണിക്കൂർ പറ, 1 മണിക്കൂറാണോ, 1.5 മണിക്കൂറാണോ, 2 മണിക്കൂറാണോ. മക്കളെ, വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങളൊരു 1.5 മണിക്കൂർ എങ്കിലും നിങ്ങൾ ഈ പരീക്ഷാ ദിവസങ്ങളിൽ പഠിച്ചേ പറ്റുള്ളൂ. അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു ഗോളായിട്ട് ഞാൻ കരുതുന്നില്ല. ഐഡിയലി അതൊരു 2.5 മണിക്കൂർ ടു 3 മണിക്കൂറിലേക്ക് ആക്കിയാൽ നിങ്ങൾക്ക് മാക്സിമം എന്ത് ചെയ്യാൻ പറ്റും, റിവൈസ് ചെയ്യാൻ പറ്റും. മാക്സിമം ചോദ്യങ്ങൾ നിങ്ങൾക്ക് വീണ്ടും പഠിച്ച ചോദ്യങ്ങളും പഠിക്കാത്ത ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും. എന്നിട്ട് പരീക്ഷ എഴുതി അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ തന്നെ ആലോചിക്കണം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. നിങ്ങൾക്ക് നല്ല മാർക്കാണ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തീർക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് നല്ലൊരു മാർക്കാണ് വേണ്ടത്, മിനിമം 2.5 മണിക്കൂർ ടു 3 മണിക്കൂർ പരീക്ഷാ ദിവസങ്ങളിൽ പഠിക്കാൻ നിങ്ങൾ സമയം ഉണ്ടാക്കണം. ഇനി ഒബ്വിയസ്ലി അതിലും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അത്രത്തോളം നല്ലത്. ഓക്കെ, പക്ഷേ അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ പരീക്ഷാ ദിവസങ്ങളിൽ കൂടുതൽ സമയം പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കുറേ പോകണ്ട, അത് നല്ല കാര്യമായിരിക്കില്ല. അതേസമയം ഉറക്കം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെ നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് രാത്രിയൊക്കെ ഇരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ പെർഫോം ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ 7 to 8 hours ഓഫ് സ്ലീപ്പ് എന്തായാലും മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള സമയം മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ടൈമിൻ്റെ കാര്യം മനസ്സിലായല്ലോ, എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം പഠിക്കുക, ഹെൽത്തി ആയിട്ട്. ഓക്കെ, നെക്സ്റ്റ് കാര്യം, സ്ട്രെസ്സ്. പലർക്കും പരീക്ഷയുടെ സമയത്തുള്ള ഒരു പ്രശ്നമാണ് ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു വലിയൊരു കുറേ പ്രഹസനമൊക്കെ നമ്മളും കാണിക്കുമെങ്കിലും, അല്ലേ, ഓണപ്പരീക്ഷ ഇത് വേണം അത് വേണം എന്നൊക്കെ നമ്മൾ കാണിക്കുമെങ്കിലും നിങ്ങളത് ഭയങ്കര അങ്ങോട്ട് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഈ ഓണപ്പരീക്ഷ പഠിച്ചില്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മാർക്ക് കിട്ടില്ല, A+ കിട്ടില്ല എന്നുള്ള ആ ഒരു ഭയങ്കര ടെൻഷനും സ്ട്രെസ്സൊക്കെ എടുത്ത് നിങ്ങൾ വേറെ ലെവലിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ ശരീരത്തിനെയും കൊണ്ടുവരുത്. അത്ര വലിയ സംഭവമല്ല അത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യം നിങ്ങൾ ചെയ്യണം, അത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളോടും നിങ്ങളുടെ പേരൻസിനോടും നിങ്ങൾ പോകുന്ന സ്കൂളിലെ ടീച്ചേഴ്സിനോടും ഈ സൊസൈറ്റിനോടൊക്കെ നിങ്ങൾക്കുള്ളൊരു ബേസിക് ഡ്യൂട്ടിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യാം. അന്ന് വിചാരിച്ച് ഒരിക്കലും ഓണപ്പരീക്ഷയിൽ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നൊക്കെ. ഒബ്വിയസ്ലി നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അത് ഓവർ സീരിയസ് ആയിട്ട് എടുത്ത് നിങ്ങളെ സ്ട്രെസ്സും ടെൻഷനൊക്കെ ബിൽഡപ്പ് ചെയ്താൽ അത് നിങ്ങളെ നെഗറ്റീവ്ലി ബാധിക്കുകയുള്ളൂ. അതൊരു കാര്യം. മാത്രമല്ല, അത്രമാത്രമൊന്നും ഇല്ല. ഓക്കെ, ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിങ്ങൾ ഇതാക്കാനൊന്നും ഇല്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പ് വരുത്തണം, ഓണപ്പരീക്ഷയിൽ നിങ്ങൾ ചിലപ്പോൾ ഉഴപ്പിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്, ഇതൊക്കെ കേൾക്കേണ്ട വരുന്നത്. അത് അടുത്ത പരീക്ഷയിൽ, ക്രിസ്മസ് പരീക്ഷയാണെങ്കിലും അതിനടുത്ത പരീക്ഷകളിലും അത് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കരുത്. ആ ഒരു കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, പക്ഷേ നിങ്ങൾ ഈ ഓണപ്പരീക്ഷയുടെ ദിവസങ്ങൾ അനാവശ്യമായിട്ട് സ്ട്രെസ് എടുത്തുകൊണ്ട് കാര്യമില്ല, അതിൻ്റെ ആവശ്യവും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അതൊന്നും വേണ്ട. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പലർക്കും അത് അറിയില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. പല കുട്ടികളും ഇങ്ങനെ ഓണപ്പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു അനാവശ്യമായിട്ടുള്ളൊരു ഇതിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. റിലാക്സ് ചെയ്യുക. നമുക്ക് പറ്റുന്ന കാര്യം നമ്മൾ പറ്റുന്ന പോലെ ചെയ്യുക. പിന്നെ അവസാനം നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് ഓണം വെക്കേഷനുള്ള സമയത്ത് നിങ്ങൾക്കൊരു കണ്ണാടി പോയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ഞാൻ മര്യാദയ്ക്ക് ചെയ്തോ, ആ ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പറ്റണം. അതിൻ്റെ ഉത്തരം യെസ്, ചെയ്യാൻ പറ്റി, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തു എന്നുള്ളൊരു ഉത്തരം കിട്ടിയാൽ അതുപോലെ. അത്രയല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുള്ളൂ, ഞങ്ങൾക്കും നിങ്ങൾക്കും എല്ലാവർക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ മതി. ഇനി അതും പറ്റിയില്ലെങ്കിൽ പോലും പേടിക്കേണ്ട,
ഇനിയും എക്സാംസ് വരുന്നുണ്ട്, ഇനിയും പ്രൂവ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വരും. അപ്പം പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് കാര്യമാണ് എക്സാം വിന്നർ. മക്കളെ, എക്സാം വിന്നർ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആൾക്കാരല്ല. നിങ്ങൾ ഓബ്വിയസ്ലി കാണുന്നത് എന്നെയും അലൻ സാറിനെയും പിന്നെ അർച്ചന മിസ്സിനെയും പല ടീച്ചേഴ്സിനെ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾ യൂട്യൂബിൻ്റെ ഈ മുഖം ഇങ്ങനെയൊക്കെ ആയിട്ട് കാണുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 100ഉം 200ഉം കണക്കിന് ആൾക്കാരാണ് ഈ നിങ്ങളുടെ ക്ലാസ് മനോഹരമായിട്ട് പോകാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാനും നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും വർക്ക് ചെയ്യുന്നത്. ഡെയിലി ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങളുടെ പഠനം മനസ്സിൽ കണ്ട് നിങ്ങളുടെ റിസൾട്ട് മനസ്സിൽ കണ്ടിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് വീഡിയോ എഡിറ്റേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യും, നമ്മുടെ ഓരോ PPTയും ഓരോരോ ക്വസ്റ്റ്യൻസും ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന പല ആൾക്കാർ ഇൻക്ലൂഡ് ചെയ്യും. നമ്മുടെ എക്സാമിനറിൻ്റെ ഓഫീസിൽ നിങ്ങളുടെ ഫോൺ വിളിക്കുമ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ, അതും അവർ ഇൻവോൾവ് ആണ് ഇതിൽ. നിങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരൊന്നും റോബോട്ട്സൊന്നും അല്ല. അവരൊക്കെ ഇങ്ങനെ വൈകുന്നേരം ഇരുന്ന് ഓരോരോ ഷോർട്സ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് അത് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം അയച്ചു തരുമ്പോഴും അവരുടെ മനസ്സിൽ, നമ്മളെപ്പോഴും പറയുന്നവരാണ്, അവരുടെ മനസ്സിൽ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റണം. അന്നത്തെ വൈകുന്നേരത്തെ ലൈവ് ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് അതിനെപ്പറ്റി അറിയണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടണം, നിങ്ങൾ ക്ലാസ്സിൽ വന്നിരുന്ന് പങ്കെടുക്കണം, നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാകണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയോടെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു ടീമാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇൻ എ സെൻസ് നമ്മൾ ആക്ച്വലി ഒരു ഫാമിലിയാണ് അല്ലേ. ഒരു ഫാമിലിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്ന പോലെ ആ ഒരു വളരെ പോസിറ്റീവായിട്ട് വേറെ മറ്റൊരു കാര്യവും ഇല്ല. പ്രത്യേകിച്ച് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ പോലും നമ്മൾ ചോദിക്കുന്നില്ല അല്ലേ. നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്യണം, അത് വേറെ കാര്യം, അതിന് ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ട. അതിന് ആർക്കും ഇവിടെ എന്താണ് സന്തോഷമോ സങ്കടമോ ഒന്നുമില്ല. അപ്പോൾ യൂട്യൂബിലേക്ക് വരുമ്പം അത് 100% പോസിറ്റീവ് ഇൻറ്റൻഷനോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓരോ ആൾക്കാരും ചെയ്യുന്നത്. അപ്പോൾ അതിൽ അതിനെ കളങ്കപ്പെടുത്താൻ വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രയും ഒരു ഫാമിലിയുടെ ഓരോ ആൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനും അമ്മയും മക്കളും ഒക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റൻഷൻ അല്ലെ. അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് കാര്യങ്ങൾ സംഭവിക്കണം അല്ലെ. അച്ഛനും അമ്മയ്ക്കൊക്കെ പോസിറ്റീവ് വരണം അല്ലെ, മക്കൾക്ക് പോസിറ്റീവ് കാര്യങ്ങളെ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ള ആ ഒരു ഇൻറ്റൻഷനോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ഈ എക്സാമിനർ ഫാമിലി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇൻ എ സെൻസ് നമ്മൾ ആക്ച്വലി ഒരു ഫാമിലി ആണെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിലൊരു ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യം ഉണ്ടെങ്കിൽ എന്ത് വന്നാലും പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള ആ ഒരു കരുത്ത് നിങ്ങളുടെ മനസ്സിൽ കിട്ടും. ആ ഒരു കരുത്തും കൂടി ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ എക്സാമിനർ ഫാമിലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന വെറുതെ ഒരു വാക്കിലല്ല, ഒരു വേർഡിൽ, ഒരു സെൻറ്റൻസിൽ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു തോട്ടല്ല. അത് ആക്ച്വലി ഒരു കാര്യമാണ്. ഇതിൽ ഞങ്ങളുടെ ഹോൾ ടീം മാത്രമല്ല, നിങ്ങൾ അറിയാത്തതും അറിയുന്നതുമായിട്ടുള്ള പല കുട്ടികളും ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. ഇതിലും വലിയ കാര്യം എന്താണുള്ളത്? ഇത്രയും കുട്ടികൾ, ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ ദിവസവും ഓരോ ലൈവ് ക്ലാസ്സിൽ കയറി വന്നിരുന്ന് ആ ഒരു എനർജിയും പവറും കാണിക്കുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാത്ത സ്ട്രേഞ്ചേഴ്സാണ് എല്ലാവരും. അവരൊക്കെ വന്നിരുന്ന് ഒരുമിച്ച് വെറുതെ അല്ലേ, പ്രത്യേകിച്ച് ഒരു ഗോളൊന്നും ഇല്ല, ഇവിടെ ഫീസും പൈസയും കൊടുത്തിട്ട് വന്നല്ല നിങ്ങൾ പഠിക്കുന്നത്, ഒരു ഇതും ഇല്ലാണ്ട്, ഒരു കണ്ടീഷൻസും ഇല്ലാണ്ട് വന്ന് പഠിക്കുന്നത്, അതൊരു മഹത്തായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾക്കും അങ്ങനെ കരുതാൻ പറ്റുകയാണെങ്കിൽ അത് വേറൊരു ലെവൽ ഓഫ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. വേറെ ലെവൽ ഓഫ് പോസിറ്റീവ് ഫീലിംഗ് ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കുമ്പോഴൊക്കെ ഉണ്ടാക്കി തരാൻ പോകുന്നത്. ആ ഒരു രീതിയിൽ, ആ ഒരു ഫ്രെയിം വർക്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട്, എന്ന് ഹോപ്പ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സീക്രറ്റ്സ് ഒന്നും ആയിരിക്കില്ല പലർക്കും പല കാര്യങ്ങളും നമ്മൾ റിവീൽ ചെയ്തത്. എങ്കിലും ഈ ഒരു വീഡിയോ കൊണ്ട് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടെ അങ്ങോട്ട് ഇട്ടേക്കുക. ഓക്കെ, അതെന്ത് വേണം ഇട്ടോളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്താ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിലോ അല്ലെങ്കിൽ ഈ വീഡിയോനെ പറ്റി എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറുതെ എന്തെങ്കിലും റാൻഡമായിട്ട് പറയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം മക്കൾ. അതുവരെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓണപ്പരീക്ഷ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ തകർത്ത് എഴുതിയിരിക്കും. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത വീഡിയോയിൽ കാണാം.